ശ്രീ കെ എം ആന്റണി, ഈ അതത് സ്ഥലങ്ങളിലെ നൊട്ടോറിയസ് ഗൂൺസ് അതുപോലെ ക്രിമിനൽസ് അവരുടെയൊക്കെ പട്ടിക ആ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കുമല്ലോ അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആക്ടിവിറ്റീസൊക്കെ പോലീസിൻ്റെ നിരീക്ഷണത്തിലും ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഈ സുബിൻ കാപ്പ കേസ് ചുമത്തി ജയിലിലായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പോലീസ് അയാളുടെ തുടർന്നുള്ള ആക്ടിവിറ്റീസ് പരിശോധിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു മോണിറ്ററിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഈ തിരുവല്ലയിലെ ഈ കൂട്ടബലാത്സംഗം നടക്കുമായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ സുബിനെ ഒന്നുകിൽ തിരുവല്ല പോലീസിന് ഭയമായിരിക്കാം, അല്ലെങ്കിൽ സുബിനുമായിട്ട് ഒരു പക്ഷേ ഒരു നെക്സസ്, അവിഹിതമായിട്ടുള്ള ഒരു നെക്സസ് ഉണ്ടായിരിക്കാം. അപ്പോൾ പോലീസ് അയാൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയത് കൊണ്ടല്ലേ അയാളവിടെ അട്ടഹസിച്ചത്. നിന്നെയൊക്കെ എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്ന് സുബിൻ അവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള പിന്തുണ അയാൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ? ശ്രീ അനിൽ നമ്പ്യാർ, ഇതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അയാൾ ഈ സംഭവം ഉണ്ടായ 1-ാം തീയതിക്ക് 2 ദിവസം മുമ്പാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഗുണ്ടകൾ എന്ന് പറയുന്നത് ഇവിടെ 1-2 അല്ല, ആയിരക്കണക്കിന് ഗുണ്ടകൾ അല്ലെങ്കിൽ 100 കണക്കിന് ഗുണ്ടകൾ നമ്മുടെ നാട്ടിലുണ്ട്. കാപ്പ ആക്ട് പ്രകാരം അയാൾ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമുള്ളതാണ്, ഉത്തരവുള്ളതാണ്. എന്നിട്ടും അയാൾ അവിടെ കയറി. പക്ഷെ പോലീസുമായിട്ടോ അല്ലെങ്കിൽ പോലീസിൽ ആരെങ്കിലുമായിട്ടോ ഒക്കെ ബന്ധം ചിലപ്പോൾ ഉണ്ടാകാം ഒരു ഗുണ്ടയ്ക്ക്. അതിനെഴുതി പോലീസിനെ പൊതുവിൽ മൊത്തത്തിൽ നമുക്കതിനെ പോലീസിനെ മൊത്തത്തിൽ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. ഈ സംഭവം എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ വോയിസ് ഞാൻ കേട്ടു. ആ പെൺകുട്ടി എത്ര ദയനീയമായിട്ടാണ് അല്ലെങ്കിൽ എത്രമാത്രം ക്രൂരമായിട്ടാണ് പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവ അവസ്ഥ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം സ്പാ എന്ന രീതിയിൽ സ്പായുടെ മറവിൽ വേശ്യാലയങ്ങൾ പോലെ അസാൻമാർഗികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിവിടെ അറിയേണ്ടതുണ്ട്, പോലീസ് അറിയാതെയല്ല, പോലീസിന് അറിവുണ്ട്. അതേസമയം ഈ സ്പാ പോലെയുള്ള കേന്ദ്രങ്ങളിൽ മയക്കുമരുന്നും അതുപോലെ തന്നെ ഗുണ്ടായിസവും ഗുണ്ടാപിരിവും എല്ലാം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ തിരുവല്ല സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ ഉടമ വന്നിട്ട് അത് മറ്റൊരു സ്പായുടെ ആളെ കൊട്ടേഷൻ കൊടുത്തിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു. ഈ പറഞ്ഞ സുബിൻ എന്ന് പറയുന്ന ആൾക്ക് 18 കേസുകളുണ്ട് അയാളുടെ പേരിൽ. അപ്പം അതീവ അപകടകാരിയായിട്ടുള്ള ഒരു ക്രിമിനൽ തന്നെയാണ് അയാളും അയാളോടൊപ്പമുള്ള ഗാങ്ങുകളും അങ്ങനെ തന്നെയാണ്. അപ്പം അയാൾ ആദ്യം 30,000 രൂപ ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നു, അതിനുശേഷം 50,000 രൂപയാക്കി. അതിനുശേഷം ഇവരുടെ നഗ്ന വീഡിയോകൾ പകർത്തിയതിന് ശേഷം, അതും അവിടെ വന്ന ഒരു കസ്റ്റമറെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് പകർത്തിയതിന് ശേഷം ഇതിൻ്റെ ഉടമയോട് 3 ലക്ഷം രൂപ നൽകാനായിട്ട് ആവശ്യപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ആ വോയിസിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് കരുതി പോലീസിൻ്റെ പ്രവർത്തനത്തിൻ്റെയോ പരാജയമായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റില്ല. ഈ സ്പാ എന്ന് പറയുന്നത് അത് നിയമപരമായിട്ട് അനുവദിച്ച് നൽകുന്നത് തന്നെയാണ്. ഇത് തദ്ദേശ സ്വയംഭരണം, അത് കോർപ്പറേഷൻ ആയിക്കോട്ടെ, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പഞ്ചായത്ത് ആയിക്കോട്ടെ, അതിൻ്റെ അനുമതിയും അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയും, ആയുർവേദ സ്പാ ആണെങ്കിൽ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയും എല്ലാം വാങ്ങി, ഫയർ ആൻഡ് സേഫ്റ്റി ഉൾപ്പെടെയുള്ള അനുമതി വാങ്ങിച്ചതിന് ശേഷമാണ് ഇത് നടത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ എല്ലാ സ്പാകൾക്കും ഈ രീതിയിലുള്ള അനുമതി പത്രങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനുള്ള അധികാരം പോലീസിന് തന്നെയാണ്. പോലീസിന് കൈമണി കൊടുത്തു കഴിഞ്ഞാൽ മസാജ് സെന്ററുകൾക്കൊക്കെ സുഗമമായിട്ട് പ്രവർത്തിക്കാം. മാത്രമല്ല ഈ പോലീസുകാർ തന്നെ നടത്തുന്ന സ്പാകളും ഉണ്ട്. നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് പോലീസുകാരുടെ നടത്തിപ്പ്. അതിൽ അറസ്റ്റിലായവരൊക്കെ ഉണ്ട്, അറിയാലോ, താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ. അപ്പം പോലീസ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിരുന്നെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ? ഇപ്പം തിരുവല്ലയും ആ നഗരത്തിലും അല്ലെ നഗരത്തിന് പുറത്തൊക്കെ എത്ര ഇത്തരത്തിലുള്ള ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്പാകളുണ്ട്, മസാജ് സെൻ്ററുകളുണ്ട് എന്നൊക്കെ പോലീസിന് കൃത്യമായിട്ട് അറിയേണ്ടതല്ലേ? അവിടെയാണ് പറയുന്നത്, ആവർത്തിച്ച് പറയുന്നത്, ഇത് പോലീസിൻ്റെ വീഴ്ച തന്നെയല്ലേ എന്ന്. പോലീസ് കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ തിരുവല്ല സംഭവം ഒഴിവാക്കാമായിരുന്നില്ലേ? തീർച്ചയായിട്ടും അത് പോലീസിൻ്റെ ഒരു തിരുവല്ല സംഭവം മാത്രമല്ല, തിരുവല്ലയിലേക്ക് സ്പാ വരുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം ഇത് വരുന്നത് എനിക്ക് തോന്നുന്നു കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഇപ്പോൾ 100 കണക്കിന് സ്പാകളുണ്ട്.
അപ്പം തിരുവല്ല എന്ന് പറഞ്ഞാൽ താരതമ്യേന ഒരു ചെറിയ മുനിസിപ്പൽ ടൗൺ ആണ്, ഒരു നാട്ടിൻപുറം തന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ പോലും ഈ രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. പോലീസ് മൊത്തത്തിൽ എങ്ങനെ ഇതിനൊരു നിയന്ത്രണം എന്നുള്ള നിലയ്ക്ക് ഒരു നിർദ്ദേശം വരുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഈ വേശ്യാവൃത്തി അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇതിനകത്ത് അങ്ങനെ അസാൻമാർഗികമായിട്ടുള്ളതോ അല്ലെങ്കിൽ എന്താ പറയുന്നത് സ്ത്രീകളെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള സ്പാകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് പോലീസിനും അറിവുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അത് ഏത് രീതിയിൽ അതിനെ പിടികൂടാൻ പറ്റും, കണ്ടെത്താൻ പറ്റുമെന്നുള്ളത് നിരന്തരമായ റെയ്ഡുകളോ നിരന്തരമായി ഇതിൽ നടക്കുന്ന ആളുകളെ പറ്റിയുള്ളത്, ഇതിൽ പരിശീലനം സിദ്ധിച്ച ഉഴിച്ചിലുകാരാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പാ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വെൽനസ് സെൻറ്റേഴ്സാണ്, ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി പോകേണ്ട സ്ഥലങ്ങളാണ്. അവിടെ ഫിസിയോതെറാപ്പിയോ അല്ലെങ്കിൽ നമ്മൾ ആയുർവേദ പ്രകാരമുള്ള ഉഴിച്ചിലോ അല്ലെങ്കിൽ ഫേഷ്യലോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നടത്തേണ്ടതുള്ളത്. പക്ഷേ അതിൻ്റെ മറവിൽ സ്ത്രീകൾ പുരുഷന്മാരും ആരെ ഒഴിച്ചിലും അല്ലെങ്കിൽ അവർ സ്ത്രീകളെ ഉപയോഗിച്ചുള്ള ആ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിപ്പോൾ ഒന്നല്ല, ഒരുപാട് ഈ കേരളത്തിൽ ഒട്ടാകെയുണ്ട്. കേരളം മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ടൊക്കെ നമുക്ക് അറിയാം, ബോംബെയിലും അതുപോലെ തന്നെ കൽക്കട്ടയിലും അതുപോലെ തന്നെ ഡൽഹിയിലുമൊക്കെ, ഡൽഹിയിൽ GB റോഡും അതുപോലെ തന്നെ ഈ പറഞ്ഞ എന്താണ് കാമാത്തിപുര, ബോംബെ, അവിടെയൊക്കെ സ്ട്രീറ്റുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ കാലഘട്ടം മാറുന്നതനുസരിച്ച് ഇത് അടച്ചിട്ട മുറികളിലേക്ക് മാറുന്ന ഒരു സാഹചര്യം വന്നു. നമ്മുടെ സോഷ്യൽ മീഡിയയും അതുപോലെ സാങ്കേതിക വിദ്യകളുടെയൊക്കെ ഉയർച്ച കൊണ്ട് അല്ലെങ്കിൽ പുരോഗതി കൊണ്ട് അങ്ങനെ ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് നിയന്ത്രിച്ച് നിർത്തേണ്ടതൊരു ആവശ്യം തന്നെയാണ്. ഇത് സ്പായുടെ മറവിൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, മയക്കുമരുന്ന് ആയിക്കൊള്ളട്ടെ, ക്രിമിനൽസിൻ്റെ സങ്കേതമായി മാറുന്നുണ്ട് ചില സ്പായും അതിൻ്റെ പരിസര പ്രദേശങ്ങളും. നമുക്കറിയാം, മുമ്പേ പറഞ്ഞതുപോലെ പോലീസ് ഉദ്യോഗസ്ഥനെ പോലും ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശ് തട്ടിയെടുക്കാൻ ശ്രമിച്ച സംഭവങ്ങളും കേരളത്തിൽ റിപ്പോർട്ടായിട്ടുണ്ട്, കൊച്ചിയിൽ തന്നെ. അതുപോലെ തന്നെ ഒരു 5.5 ലക്ഷം രൂപ മറ്റൊരു മധ്യവയസ്കൻ്റെ അത് ബ്ലാക്ക് മെയിൽ ചെയ്തു, വീഡിയോ പകർത്തിയതിന് ശേഷം ബ്ലാക്ക് മെയിൽ ചെയ്ത് തട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് ഇത് റിപ്പോർട്ടായി വരുന്ന സംഭവങ്ങൾ മാത്രമാണ്. റിപ്പോർട്ടാവാത്ത എത്രയെത്ര സംഭവങ്ങൾ അതീവ രഹസ്യമായിട്ട് വയ്ക്കുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ അതൊരു പണസമ്പാദനത്തിന് ഗുണ്ടാ സംഘങ്ങളും ചിലപ്പോൾ ചില പോലീസ് ഉദ്യോഗസ്ഥർ ചിലപ്പോൾ അതിന് ആ രീതിയിലുള്ള അതുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും. ഇവരുടെയൊക്കെ രാഷ്ട്രീയ ബന്ധവും പരാമർശിക്കാതെ പോകാൻ പറ്റുമോ ഉണ്ടെന്നുള്ള വിവരവും നമ്മൾക്ക്. ശ്രീ കെ എം ആന്റണി, ഇപ്പോ ഈ സുബിനൊക്കെ ഒരുപക്ഷെ അധികാരത്തിലിരിക്കുന്നവരുമായിട്ടൊക്കെ ബന്ധമുണ്ടാവില്ല, അതുകൊണ്ടല്ലേ ആ അഹങ്കാര ധാർഷ്ട്യം ഒക്കെ അവിടെ പ്രകടിപ്പിച്ചത്? അല്ല, രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് നമുക്ക് അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടൊരു ധാരണയില്ലാതെ നമുക്ക് പറയാൻ സാധിക്കില്ല. രാഷ്ട്രീയ ബന്ധമുണ്ടാകാം, ഉണ്ടാവാതിരിക്കാം. പക്ഷേ സുബിനെ പോലുള്ള ഒരു ബോൺ ക്രിമിനലിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ ധൈര്യം കാണിക്കുന്നത് ആരുടെയെങ്കിലും പിൻബലത്തിലോ ഒന്നുമല്ല. അയാൾ അവിടെ തന്നെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഈ കുട്ടിയെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചത്. എന്നിട്ടും അവരുടെ തമ്മിലുള്ള സംഭാഷണങ്ങൾ പോലും ആ കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരിക്കലും നാട്ടിൽ അനുവദിക്കാനോ നാട്ടിൽ സങ്കല്പിക്കാനോ പറ്റാത്ത കാര്യങ്ങളാണ്. ഇന്നിപ്പം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോൾ നാട്ടിൽ ആർക്കും സംഭവിക്കാം. ഇപ്പോൾ കൊച്ചിയിലോ ഇപ്പം നമ്മുടെ ശ്രീ ഹരിദാസ് പറഞ്ഞതുപോലെ ഇപ്പോൾ കൊച്ചിയിൽ മാത്രമല്ല, എല്ലാ പട്ടണങ്ങളിലും ചെറുപട്ടണങ്ങളിലും പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ, യുവതികൾ ഒരു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴാണ് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. യുപിയിലെ പോലീസ് ശ്രദ്ധേയമാവുന്നത് അല്ലാന്ന് പറയാൻ പറ്റുമോ? ഇതിപ്പം വീടിനും നാടിനും വേണ്ടാത്ത വർഗമുണ്ടല്ലോ, അതായത് മനുഷ്യഗണത്തിൽ പെടുത്താൻ പറ്റില്ല ഇവരൊന്നും. അപ്പോൾ ഇവരെയൊക്കെ അങ്ങ് തീർത്ത് കളയുന്നതല്ലേ നല്ലത്. ഇപ്പോൾ നിയമം കയ്യിലെടുത്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പം നാളെ ഇയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ഇത്തരം പ്രവർത്തനങ്ങളുമായി അനുസ്യൂതം മുന്നോട്ട് പോകും അല്ലേ? അവിടെയാണ് UP പോലീസിനൊക്കെ നമ്മൾ അഭിനന്ദിക്കേണ്ടത്. പറയാതെ വയ്യ. കാരണം എന്തിനാണ് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നത്? മാത്രമല്ല, നോക്കൂ, ഈ സുബിൻ സാധാരണ ഒരു പാവപ്പെട്ട ഒരാൾ, അയാൾ പോലീസ് കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ അവൻ ഇടിച്ച് അവൻ്റെ പരിപ്പിളക്കുക എന്ന് പറയുന്നില്ലേ, അതല്ലേ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ഇത്തരം ക്രിമിനലുകളെ തൊടാനുള്ള, കൈകാര്യം ചെയ്യാനുള്ള ധൈര്യം കേരള പോലീസിനുണ്ടോ? പലപ്പോഴും ഗുണ്ടകൾക്ക് മുന്നിൽ മുട്ടിടിക്കുന്ന കേരള പോലീസാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ പറയാൻ പറ്റും, സാറിന് പറയാൻ പറ്റും. കാരണം നിങ്ങൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ജീവനിൽ കൊതിയുണ്ട്, ശരിയാണ്, സമ്മതിച്ചു. പക്ഷേ ഇവരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് പോലീസല്ലേ? സാമൂഹ്യ സുരക്ഷ മുൻനിർത്തിയെങ്കിലും പോലീസ് ഇടപെടേണ്ടതല്ലേ? ഇടപെടേണ്ട രീതിയിൽ ഇടപെടേണ്ടതല്ലേ? അതും ഉണ്ടാകുന്നില്ല. അതാണ് ഇവർക്കൊക്കെ വളമാകുന്നത്.
അല്ല ശ്രീ നമ്പ്യാരെ, ഈ യു പിയുടെ ഉദാഹരണം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ കേരളവും യു പിയുമായിട്ടുള്ള വ്യത്യാസം എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ അത് നമുക്കൊരു ഭരണഘടനയുണ്ട്, ഇവിടെ എഴുതപ്പെട്ട നിയമങ്ങളുണ്ട്. നിയമത്തിന് വിരുദ്ധമായിട്ടൊരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് അത് വേണമെന്ന് ആവശ്യപ്പെടാനോ അല്ലെ അതിനെ ആ രീതിയിൽ പൂർണ്ണമായിട്ട് അംഗീകരിക്കാനോ സാധിക്കുകയില്ല. കാരണം നിയമപരമായിട്ട് ഉള്ളത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അത് പോലീസും അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു സാമൂഹ്യ വ്യവസ്ഥയാണ് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം പോലീസ് പലപ്പോഴും ഇതുപോലെ നമ്മളെല്ലാവരും അയാളെ എന്തെങ്കിലും ചെയ്ത് കൊന്നുകളയണമെന്ന് ആഗ്രഹിക്കുന്ന ചില പ്രതികളെ മർദ്ദിച്ചിട്ട് ആ രീതിയിലെ പ്രശ്നങ്ങളുണ്ടായിട്ട് മൂന്നാം മുറ പ്രയോഗിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ കേരളത്തിൽ ഒന്നല്ല ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് പോലീസുകാർക്കെതിരായിട്ടാണ് അന്ന് നിന്നത്. പ്രത്യേക സംഭവം എടുത്തു പറയുന്നില്ല. എന്നിരുന്നാലും പാലക്കാടും ഒക്കെ മറ്റും ഒക്കെ നടന്ന സംഭവങ്ങൾ നമ്മൾ മറക്കാനും കഴിയില്ല. ഇടി കൊടുത്താൽ മതി, അതുപോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. ഗുണ്ടകളെ കാണുമ്പോൾ പോലീസിനെ മുട്ടിടിക്കുകയാണ്. ഇല്ല, നിയമത്തിൽ തന്നെ ഗുണ്ടകളെ നിലയ്ക്ക് നിർത്താനുള്ള നിയമം ഇന്നിവിടെ ഉണ്ട്, കാപ്പ ആക്ട് പ്രകാരമുള്ളത്. അത് പക്ഷേ പോലീസ് കൃത്യമായിട്ട് ചെയ്യുകയും അത് നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് പോലീസിൻ്റെ കടമ തന്നെയാണ്. അതിപ്പോൾ ഇയാൾ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞ ആളവിടെ പത്തനംതിട്ട ജില്ലയിലോ അല്ലെങ്കിൽ തിരുവല്ല ഭാഗത്തോ ഒക്കെ അവിടെ വന്ന് വിഹരിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അത് കണ്ടെത്താനും അയാളെ പിടിച്ച് ആ ബെയിൽ ആ കണ്ടീഷൻ ആ വ്യവസ്ഥ ലംഘിച്ചതിൻ്റെ പേരിൽ റിപ്പോർട്ട് ചെയ്യാനും ആ പോലീസ് ചെയ്യേണ്ടതായിരുന്നു. പോലീസിന്റെ ഭാഗത്ത് ആ കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അയാൾ അവിടെ സ്വൈര്യവികാരം നടത്തിക്കൊണ്ടേയിരിക്കും, കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അതുപോലെ ഇന്റലിജൻസ് സംവിധാനം അതും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അതാണ് അതിനുള്ള ഉത്തരം. അതുകൊണ്ടാണ് ഈ കാപ്പ കേസിലകപ്പെട്ട ഒരു പ്രതി, ഒരു ക്രിമിനൽ, ഒരു നൊട്ടോറിയസ് ക്രിമിനൽ, അയാൾ ജയിലിന് പുറത്തിറങ്ങിയിട്ടും അതും പത്തനംതിട്ട ജില്ലയിൽ തന്നെ വന്നു അയാൾ. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു നെക്സസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനം, ഇൻ്റലിജൻസ് സംവിധാനം അതും ഒരു ഫെയിലിയർ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.